നമസ്കാരം. ഞാൻ സജിത്ത് വിശ്വനാഥ്. സജിത്ത് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം സജിത്ത് വിശ്വനാഥ് ഫ്രം സജിത്ത് ഭക്തി ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ ചിത്രീകരണ ലൊക്കേഷനിലാണ്. നിങ്ങൾക്കറിയാം, ഇതാ കണ്ടോളൂ, നമ്മളെ ലാലേട്ടൻ പ്രിയദർശൻ ടീമിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മിഥുനം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ ഹാസ്യാത്മകമായിട്ടുള്ളൊരു മൂവിയായിരുന്നു അത്. ഒരു 29 വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു അത് ചിത്രീകരിച്ചത്. അതിൻ്റെ ആ ഒരു തറവാട്, നമ്മുടെ കഥാപാത്രമായിട്ടുള്ള സേതുമാധവൻ്റെ വീട്, ദാക്ഷായണി ബിസ്ക്കറ്റ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പടിപ്പുര. നമ്മൾ അധികവും സിനിമകൾ കാണുന്ന ഇത്തരം പടിപ്പുരകൾ. അപ്പോൾ ഇത് വളരെ മനോഹരമാണ്. അവിടെ ആൽമരത്തിൻ്റെ അടുത്ത് നമ്മൾ വന്നു. അപ്പോൾ അതിനുശേഷം ഈ പൂമുഖത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ആ നെടുമുടിച്ചേട്ടൻ പൂജ ചെയ്യുന്ന ആ ഒരു സ്ഥലം, അതെവിടെയായിരുന്നു? എന്താ ഇവിടെ സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. അത് വളരെ അന്നൊരു ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാകുന്നത് ആ ഒരു സംഭവത്തിന് ശേഷമാണ്. ഉർവശി ചേച്ചിയും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ്, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതൊക്കെയായിരുന്നു ആ ഒരു സിർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. നമ്മുടെ ഒരു സമൂഹത്തിനകത്ത് സംഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അപ്പോൾ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചില ഇഷ്യൂസ്. കഴിഞ്ഞോ അതോ ഇനിയും വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? ചേച്ചിയും കുടുംബവും പോയി, ഇനി ഇവിടെ ഉണ്ട് പലരും. എല്ലാരും തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ? നിന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അധപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേതുവേട്ടന്റെ കൂടെ വന്നതിന് ശേഷം. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, അപ്പോൾ അതാണ് നമ്മൾ ഈ ചിത്രം പ്രീതം സാറിൻ ശ്രീനിവാസേട്ടനൊക്കെ തകർത്തഭിനയിച്ച ലാലേട്ടൻ്റെ പടത്തിൽ നമ്മൾ വരച്ച് കാണിക്കുന്നത്. നമസ്കാരം, ഞാൻ സജിത്ത് വിശ്വനാഥ്, സജിത്ത് ഭക്തൻ യൂട്യൂബ് ചാനലാണ്. സാർ, മിഥുനം എന്ന് പറഞ്ഞ ഫിലിം ലൊക്കേഷൻ ഇവിടെ കോഴിക്കോട് എലത്തൂരാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സാറിൻ്റെ പേര് ഷിഗിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് സാർ എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്? ഒരു 25 വർഷം കഴിയുന്നു. 29 ഏകദേശം. ഇത്തിരി. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പൂജയുടെ പറഞ്ഞു അവിടെ വെച്ചിട്ട് എടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രധാന ഫ്രണ്ട് വ്യൂ ഇത്. പിന്നെ ആ അപ്പുറത്തുള്ള ഒരു ജഗതിച്ചേട്ടൻ്റെ വീടായി ചിത്രീകരിച്ചത്, അതാണ്. ഓക്കെ. വേറെ ഏതെങ്കിലും ചിത്രങ്ങൾ എടുത്തിരുന്നോ? പിന്നെ അനഘ ഫസ്റ്റ് അനഘ എടുത്ത്, മിഥുനം. മിഥുനാണ് പിന്നീട്. അതിനുശേഷം പിന്നീട് ചിത്രങ്ങൾ ഇന്ത്യൻ റുപ്പി എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കിച്ചൺ. ഇനി നമ്മളിപ്പോൾ പോകുന്നത് ജഗതി ചേട്ടൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീടിൻ്റെ അടുത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് ജഗതി ചേട്ടൻ്റെ വീട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള 2 വീടുകളാണ് നമ്മൾ ആ ചിത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ
അളിയന്മാര് എന്നുള്ള ഒരു സംഭവമായിരുന്നു. ജഗതി ചേട്ടൻ ആണ് ഒരു അളിയന്, മറ്റത് ഇന്നസെന്റ് ചേട്ടനാണ്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഫാക്ടറിയൊക്കെ തുടങ്ങുമ്പം ഒരു ചെറുപ്പക്കാരന് ഉണ്ടാകുന്ന വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഒരുപാട് നിയമ നൂലുമാലകൾക്കിടയിൽ നിന്നിട്ട് വേണം ഒരു ചെറുപ്പക്കാരന് സ്വയം തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ. അപ്പോൾ അദ്ദേഹം ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അതിന് സൈൻ കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും. അവസാനം അദ്ദേഹം അത് പരിപാടിനെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിന് അപ്പുറം ഒരു ചെറുപ്പക്കാരൻ തൊഴിലിന്റെ സംരംഭത്തിന് വേണ്ടിയിട്ടുണ്ടാകും. ഓ അത് ശരി. സുരാജും. ഓക്കെ ഓക്കെ, ശരി ശരി. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്? മിഥുനോ? അത് ഒരു മാസത്തിനടുത്തുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവര് പിന്നെ ഇവിടെ കോഴിക്കോട് മഹാറാണിയിലായിരുന്നു തോന്നുന്നു താമസം. രാവിലെ വരും, എന്നിട്ട് ഈവനിങ് നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത. അപ്പൊ അത്രയും ദിവസം സാർ പ്രിൻസ് സാർ ഒക്കെ ആയിട്ട് കാണാനും എല്ലാറ്റിനോ കാണാനൊക്കെ അവസരം കിട്ടിയില്ലേ? ഉറവി ചേച്ചി, ശ്രീനിവാസേട്ടൻ, ആ ഒരു മൊത്തം ഒരു നല്ലൊരു ടീം വർക്ക് ആയിരുന്നു, സക്സസ്ഫുൾ. ആ ഒരു ഹ്യൂമർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്തരം സിനിമകൾ നമ്മൾ ലൊക്കേഷനുകളൊക്കെ പോയിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ. അപ്പോൾ അത് ഓഡിയൻസിന് ഒന്നുകൂടി ആ ഒരു ഏരിയ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയാണ്. ഇനി നമ്മളിപ്പോൾ പോകുന്നത് ജഗതി ചേട്ടൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീടിൻ്റെ അടുത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് ജഗതി ചേട്ടൻ്റെ വീട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള 2 വീടുകളാണ് നമ്മൾ ആ ചിത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അളിയന്മാർ എന്നുള്ള ഒരു സംഭവമായിരുന്നു. ജഗതി ചേട്ടൻ ആണ് ഒരു അളിയന്, മറ്റത് ഇന്നസെന്റ് ചേട്ടനാണ്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഫാക്ടറിയൊക്കെ തുടങ്ങുമ്പം ഒരു ചെറുപ്പക്കാരന് ഉണ്ടാകുന്ന വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഒരുപാട് നിയമ നൂലുമാലകൾക്കിടയിൽ നിന്നിട്ട് വേണം ഒരു ചെറുപ്പക്കാരന് സ്വയം തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ. അപ്പോൾ അദ്ദേഹം ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും അതിന് സൈൻ കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും. അവസാനം അദ്ദേഹം അത് പരിപാടിനെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിന് അപ്പുറം ഒരു ചെറുപ്പക്കാരൻ തൊഴിലിന്റെ സംരംഭത്തിന് വേണ്ടിയിട്ടുണ്ടാകും. എവിടെയാണ് മോഹൻലാൽ ആ പാട്ടിന് പാട്ടിലെ പാട്ടില്ലേ? അതെ അതെ. ആ പാട്ട് ഇവിടുന്നാണ് മോഹൻലാൽ കിടക്കുന്ന സീൻ ഇവിടെയാണ്. ശരി ശരി തന്നെ. അത് വളരെ മനോഹരമായ പാട്ടാണ്. ഇപ്പോഴും ജി സുമാർ ചേട്ടനെ പാടിയിട്ടുള്ള പാട്ട് ഗാനമേളകളൊക്കെ പാടാറുണ്ട്. പിന്നെ ഒരു പാട്ട് രാജ്യത്തിലെ പാടിയെന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടില്ലാത്ത. ഇവിടെയാണ് ആ സീന്, കൃഷിയായിട്ട് ഇരിക്കുന്ന സീൻ. ഓ അത് ശരിയാ. ഓ ഇവിടെ അല്ലേ സ്ഥലമിൽ ഇരിക്കുന്ന. ആ ശരി. ഇതാണ് അത് കാണിക്കുന്നത്. ഓക്കെ. ഇവിടെയാണ് ആ സീന്, കൃഷിയായിട്ട് ഇരിക്കുന്ന സീൻ. ഓ അത് ശരിയാ. ഓ ഇവിടെ അല്ലേ സ്ഥലമിൽ ഇരിക്കുന്ന. ആ ശരി. ഇതാണ് അത് കാണിക്കുന്നത്. ഓക്കെ. താൻ എന്ത് കുറ്റമാ ചെയ്തത്? സ്നേഹിക്കുന്നത് കുറ്റമാണോ? നോക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായെന്ന് വരും. അളിയൻ ദേവചതി വീട്ടിൽ അലുവ കൊണ്ടുവരരുത്, അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടല്ലോ. ഇത് വളരെ മനോഹരമായ. ഇവിടെയാണ് ജഗതി ചേട്ടന്റെ വീട്. അത് ശരിയാ. മോഹൻലാൽ പോയി പറയുന്നത്. ആ ശരി. ഇവിടുന്ന് ഇറങ്ങി വരുന്ന സീനായിട്ടല്ലോ. മോഹൻലാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് അവിടുന്ന് എന്താ പ്രശ്നം കഴിക്കുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ മോഹൻലാൽ പറയും ജഗതി ചേട്ടൻ പോലീസ് ഓഫീസറും ഇന്നസെന്റ് ചേട്ടൻ ഇങ്ങനെ ചുറ്റി കഴിച്ച് നടക്കുന്ന ഒരു സ്വഭാവമാണല്ലോ. അപ്പം ഒരു കഷ്ണം അലുവനെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ കുടുംബങ്ങളിൽ. അപ്പൊ ആ മക്കള് തമ്മിലുള്ള പ്രശ്നം, അലുവ കൊണ്ടുവരികയും അതൊരു കൂട്ടർക്ക് കിട്ടാത്തപ്പോൾ അടിയാവും. അപ്പൊ ദയവേത് അളിയൻ അലുവ കൊണ്ടുവരുന്ന പറയുന്നത് അങ്ങനെയാണല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല. ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല. അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഓക്കെ ഓക്കെ.
ഇവിടുന്നാണ് പിന്നെ അടിപൊളിയൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അതിന് ശേഷം ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. ഇതാണ് സംഭവം. ഒരു അളിയൻ കൊണ്ടുവരികയും അപ്പോൾ അളിയൻ്റെ മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത സമയത്ത് മറ്റേ അളിയന് കിട്ടാതാവേണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോഴും അങ്ങനത്തെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചലച്ചിത്രം കാണുമ്പോൾ നമുക്കത് അയവറക്കാൻ പറ്റുന്നു, ഓരോ സംഭവങ്ങൾ നമ്മളെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ മിഥുനം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു വ്യവസായം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇഷ്യൂസ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇന്ത്യൻ റുപ്പിയാണ്. അതെ അതെ, ഇന്ത്യൻ റുപ്പി. ഇവിടെയാണ് തിലകൻ ചേട്ടൻ വന്നിരിക്കുന്ന സീന്. മുൻപ് കണ്ടതാ. എത്ര ദിവസം ഉണ്ടായിരുന്നു ഇന്ത്യൻ റുപ്പി? അതൊരു 8 ദിവസം 10 ദിവസം ഉണ്ടായിരുന്നു. അത്രയും ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ. പെണ്ണാണ് വരുന്ന സീനൊക്കെ ഇവിടെയാണ്. അവിടെ ഇറങ്ങി വരുന്നത്. പലപ്പോഴും ഒരു വീടിൽ പല പോർഷനുകളാണ് ഉപയോഗിക്കാറ്. ചോദിക്കണ്ടല്ലോ ചായ കുടിച്ചാൽ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഭാഗങ്ങളാണ് യൂസ് ചെയ്യാറ്. അപ്പൊ അത് ഇവിടെയാണ് കൊലയാണ്. ഒരു വീടിനെ തന്നെ ചിലപ്പോൾ രണ്ടായിട്ട് കാണിക്കുന്നൊക്കെ ചില സിനിമകളുണ്ട്. ഇവിടെ ഒരു കത്ത് വലിച്ചെറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഏത് പോർഷൻ ആയിട്ടാ? അത് ശരി. ഓക്കെ ഓക്കെ. ഇത് ആ ഭാഗം ഉപയോഗിച്ചല്ലേ? ഈ മുറി അല്ലേ? ഓക്കെ ഓക്കെ. അതെന്താ വെച്ചാൽ പ്രണയിക്കുന്ന നാൾ തൊട്ട് എഴുതി വെച്ച കത്ത് മുഴുവൻ അവർ സൂക്ഷിക്കുകയും അതൊരു ദിവസം കാണിക്കുമ്പോൾ നീ ഇത്രയ്ക്ക് വണ്ടിയായി പോയെന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ വിവാഹങ്ങൾ കൂടി വരുന്ന കാലമാണ്. അപ്പോൾ മിഥുനം സിനിമക്ക് എന്തുകൊണ്ടും പ്രസിദ്ധി കൂടി വരികയാണ്. അപ്പോൾ ബിഗ് സാലറ്റ് ടു പ്രിയൻ സാറ്, ആ ഫുൾ ടീം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അധിക സിനിമയിലും സന്ധ്യക്ക് പിള്ളേർ നാമം ജപിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇതുപോലൊരു മനോഹരമായിട്ടുള്ളൊരു തറവാടിൻ്റെ പൂവ് ചെയ്തിട്ട് പിള്ളേരൊക്കെ ജപിക്കുമ്പം നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുടുംബ ചിത്രങ്ങളിലൊക്കെ പല ഡയറക്ടേഴ്സും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പിള്ളേർ ഉണ്ടാകുന്നതിൻ്റെ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ചേച്ചി. സ്വർഗത്തിലെ പാട്ട് പഠിപ്പിക്കുന്നേ ഈ കൊലയെന്നാണ് നെടുമുടി പടം. ശരി, ഹരിഹര സാറിന്റെ പടം. വിനീത്, അമൃത അഭിനയിച്ചിരുന്ന മനോജ് കെ ടീമിന്റെ. ഓക്കെ, ഇവിടെ വെച്ചിട്ടാ പാട്ട് പഠിപ്പിക്കുന്നല്ലേ? ഗോക്കളെ മേച്ചും എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, കണ്ണാടി ആദ്യമായൻ, വളരെ സൂപ്പർ പാട്ടാണല്ലോ. പിന്നെ ഇവിടുന്നാണ് വിനീത് പശു. ആന്തോളനം ആന്തോളനം ഇവിടുന്ന് എടുത്തേ അല്ലേ? പിന്നെ പാട്ട് പഠിപ്പിക്കുന്ന ചേച്ചി ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ അല്ലേ ഷൂട്ടിംഗ് കാണാനൊക്കെ? ശരി. കണ്ണാടി ആദ്യമായൻ, അതൊക്കെ പശുവിനെ കാണിക്കുന്ന പശുവിനെ കാണിക്കുന്ന അവിടെ ആലയാണ്. ഈ ആലയാണ്. അത് ശരി. വിനീത് ആ പശുവിനെ കഴിച്ചുകൊണ്ടിരുന്ന സീൻ ഉണ്ടല്ലോ ഇവിടുന്ന് അല്ലേ? പൂന്തോട്ടം ഒക്കെ ഉണ്ടല്ലോ, വളരെ ഭംഗിയായിട്ടുണ്ട്. ശരി. ഇവിടെ വെച്ചിട്ടാ അല്ലേ? ശരി. അപ്പോൾ ഇവിടെ തൊഴുത്തുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരി. നല്ല പാട്ടല്ലേ? വിനീതിനെ കളിയാക്കിയിട്ടുള്ളതാണ് പാട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ വളരെ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് പടത്തിൻ്റെ ലൊക്കേഷനാണ് ഇത്രയും സംസാരിച്ചത്. അപ്പോൾ ഇതുമായി സഹകരിച്ച ഇതിൻ്റെ എല്ലാ ക്രൂസിനും സ്പെഷ്യൽ താങ്ക്സ്. എല്ലാ ചാനൽസിനൊക്കെ നന്ദി, നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ലൈക്കും ഷെയറും ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുവരെ ബൈ, സി യു. അല്ലിമലക്കാവിൽ കാണാൻ അന്ന് നമ്മൾ പോയി രാവിൻ നിലാവിൽ ദൂരെയൊരാൽമരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർക്കാൻ അതിൽ നാം ഒന്നായി ആടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ.